അസോസിയേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ട സമയത്താണ് ഈ ഇൻ്റർവ്യൂ വരെ എത്താനായിട്ടുള്ള കാരണം അതാണ് ആയത്. അമ്മ അസോസിയേഷനായിട്ട് ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന വ്യക്തിയാണെന്ന് തോന്നുന്നു അല്ലേ? എങ്ങനെയാണ് അത്തരം അസോസിയേഷൻ്റെ സൗഹൃദങ്ങളെ കാണുന്നത്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ലൈഫ് മെമ്പറാണ് ഞാൻ. അമ്മ അസോസിയേഷൻ തുടങ്ങിയ സമയം തൊട്ടേ ഞാൻ അതിൻ്റെ ഒരു മെമ്പറാണ്, ലൈഫ് മെമ്പറാണ്. സോ നാച്ചുറലി അന്നത്തെ അമ്മ അസോസിയേഷൻ എങ്ങനെ ആയിരുന്നോ അന്നത്തെ ആൾക്കാരൊക്കെ ആയിട്ടുള്ള ഒരു സൗഹൃദം ഒക്കെ ഉണ്ടായിരുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഇന്ന് വരെ അത് നടക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് ഹെൽപ്സ്. അപ്പൊ ഓഫ് കോഴ്സ് ഒത്തിരി പേരില്ല. അപ്പൊ മുരളിച്ചേട്ടനൊക്കെയാണ് അമ്മ പേരിട്ടതും ഒക്കെ. മുരളിച്ചേട്ടനുമായിട്ടൊക്കെ നമ്മൾ അഭിനയിച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ ഒക്കെ ഒരു ഡെഫിനറ്റ് ആയിട്ട് അതിലൊരു കോൺട്രിബ്യൂഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ അമ്മ അസോസിയേഷൻ്റെ ഒരു ഭാഗമാണെന്ന് പറയാൻ ഒരു സന്തോഷമുണ്ട്. പിന്നെ കാരണം ചുമ്മാ നമ്മളൊരു പടത്തിൽ വന്നു അഭിനയിക്കുന്നു പോകുന്നു എന്ന് മാത്രമല്ലാതെ നമുക്ക് ഒരു കുടുംബം ഉണ്ട് എന്നൊരു ഫീലിംഗ് തീർച്ചയായിട്ടും ഉണ്ട്. സോ അതുകൊണ്ട് ഇലക്ഷൻ ഒക്കെ നടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ചേച്ചിയുടെ ഒരു ആഗ്രഹം ആരൊക്കെ മുൻനിരയിലേക്ക് എത്തണം എന്നുള്ളതാണ്. സത്യം പറഞ്ഞ പോളിറ്റിക്സ് ബേസിക്കലി ഞാൻ എഗൻസ്റ്റ് ആണ്. എഗൻസ്റ്റ് മീൻസ് എനിക്ക് അതിനെക്കുറിച്ച് ABC അറിയില്ല. പിന്നെ അമ്മ അസോസിയേഷൻ്റെ എന്നോടും പറഞ്ഞിട്ടുണ്ട് കുറെ പേരിങ്ങനെ നിൽക്കണം എന്നൊക്കെ. ബട്ട് ഐ ബേസിക്കലി അതിനൊരു മത്സരിക്കാനൊക്കെ. അപ്പൊ ഞാൻ എനിക്ക് അതിനെക്കുറിച്ച് എന്നും അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ എന്റർപ്രൈസിങ്ങും അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അതിന് നിൽക്കാനൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. സോ ഞാൻ വരും, എനിക്ക് എല്ലാവരെയും കാണണം, ഇഷ്ടമാണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ വി നോ ലേറ്റസ്റ്റ് ആയിട്ട് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, നമ്മൾ അതിനെക്കുറിച്ച് എന്താ പറയുക, നമ്മൾ ഷെയർ ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. പഴയ ആൾക്കാരെ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. നേതൃത്വ നിരയിലേക്ക് ആരെങ്കിലും വരണം ചേച്ചിയുടെ ഒരു ആഗ്രഹത്തിൽ ഇന്ന ആള് വന്നാൽ കൊള്ളാം? ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. നോ, ഐ ജസ്റ്റ് നോ ഇപ്പോ ഫോർ നൗ മോഹൻലാൽ ബീങ് എ പ്രസിഡന്റ് ഈസ് പെർഫെക്റ്റ് ആക്ട്. അതാണ് ഞാൻ. വേറെ എനിക്ക് ആരെക്കുറിച്ചും അങ്ങനെ കൂടുതൽ എനിക്ക് അവരുടെ ഈ വർക്കിങ്സ് ഒന്നും അറിയാം. ഇനിയിപ്പോൾ എറണാകുളത്ത് വന്നതുകൊണ്ട് മേ ബി കുറേ കൂടി നമ്മൾ കുറച്ചും കൂടെ മേ ബി വി ക്യാൻ ഗെറ്റ് ഇൻവോൾവ്. അതല്ലാതെ ഞാൻ പറയാണ്, അതല്ലാതെ നത്തിങ് മച്ച്. ഇപ്പം ഇടയ്ക്ക് കേട്ട ന്യൂസുകളിൽ ഇപ്പം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് രൂപീകരിച്ചു, അതിൽ കുറേ സംസാരങ്ങൾ ഉണ്ടാവുന്നു, അതിൽ കുറേ പേര് ലെഫ്റ്റ് ആവുന്നു, അങ്ങനെയൊക്കെ കുറേ ന്യൂസസ് വരുന്നുണ്ട്. ചേച്ചി അങ്ങനെ ഏതെങ്കിലും ഗ്രൂപ്പിൽ മെമ്പറാണോ? അങ്ങനത്തെ സംസാരം ഒന്നും ഉണ്ടായിട്ടില്ല? ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും ഇൻവോൾവ് ആവാറില്ല. ഇല്ല. പിന്നെ ഇടയ്ക്ക് കണ്ടു ഇങ്ങനെ ഗ്രൂപ്പുകളിലൊക്കെ മീൻസ് രാഷ്ട്രീയം പറയാ അല്ലെങ്കിൽ ജാതി പറയാ, അങ്ങനത്തെ സംസാരം. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയില്ല. നമ്മുടെ മെയിൻ പോളിറ്റിക്സ്, നമ്മുടെ ലോകത്ത് നടക്കുന്ന പോളിറ്റിക്സ് പോലും ഞാൻ അധികം കാണാറുമില്ല, കേൾക്കാറുമില്ല. സോ അതുകൊണ്ട് എനിക്ക് ബേസിക്കലി ഇലക്ഷന് ഇതൊന്നും എനിക്ക് ഐ ഡോണ്ട് റിമെമ്പർ, ഐ ഡോണ്ട് റിയലൈസ് വാട്ട് ഇറ്റ് ഇസ്. അതുകൊണ്ട് ഐ കീപ്പ് അവേ. അത്തരം കാര്യം ഗ്രൂപ്പുകളിലൊന്നുമില്ല. അപ്പൊ മത്സരിക്കാൻ തീരുമാനം ഉണ്ടോ നിലവിൽ? ഇല്ല, ഞാനായിട്ടൊന്നും അതിലൊന്നും ഇടപെടാൻ പോകുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. ലാലേട്ടനുമായിട്ടുള്ള ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടത്തോടെ ഇരിക്കുന്നതാണ്. പക്ഷേ ഈ അടുത്തിടയ്ക്ക് ലാലേട്ടനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പരസ്യമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചർച്ച നടക്കുന്നുണ്ട്. ചേച്ചി അഡ്വർടൈസ്മെന്റ് കണ്ടിരുന്നോ? കണ്ടു. എന്ത് തോന്നി കണ്ടതിന് ശേഷം? അതിനെക്കുറിച്ച് ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നാച്ചുറലി ക്യൂരിയോസിറ്റി ആയിരുന്നു. ഇതെന്താ അത് മോഹൻലാലിനെ വെച്ചിട്ട് ഒരു പരസ്യം ഇങ്ങനെ ജ്വല്ലറി ആഡ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ മൈൻഡിലെ മലബാർ ഗോൾഡിന്റെ ഒക്കെ ചെയ്ത് അപ്പൊ അങ്ങനെ വല്ല ആയിരിക്കും എന്നൊക്കെ ഐ ജസ്റ്റ് സോ ഇറ്റ്. അത് കണ്ടപ്പോഴാണ് ഇറ്റ് വാസ് ലൈക്ക് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നി. എന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മോഹൻലാൽ ഒരു കംപ്ലീറ്റ് ആക്ടറാണ്. പക്ഷെ ഞാനൊക്കെ പണ്ട് മുതൽ ലാലിന്, അതായത് ഇൻട്രൊഡക്ഷൻ സമയത്ത് എന്ന് പറയാം, ഞാനും ലാലും ഒക്കെ ഒരുമിച്ച് ഞങ്ങൾ ഇൻഡസ്ട്രി വന്നവരാണ്. അപ്പൊ അന്നൊക്കെ വളരെയധികം ഷൈയും ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു മോഹൻലാൽ എന്ന് പറയുമ്പോൾ തന്നെ. സ്ക്രീനിന്റെ മുമ്പിൽ കാണുന്ന മോഹൻലാലേ അല്ല നമ്മൾ ബാക്ക് സ്ക്രീനിൽ, ഐ മീൻ ബിഹൈൻഡ് ദ ക്യാമറ. വളരെ ഷൈ ആണ്, അധികം ഒന്നും ആരോടും സംസാരിക്കില്ല, എപ്പോഴും ഇങ്ങനെ ആ ഒരു ചിരി, ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ മോഹൻലാലാണ് ഇന്ന് ഇവിടെ ഈ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് വിത്ത് ഹിസ് ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പ്രൈഡ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അന്നും ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, മോഹൻലാൽ എന്ന ഒരു ആക്ടറിന് നമ്മൾ നേരിട്ട് അഭിനയിക്കുമ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും എത്ര ഈസി ആയിട്ട് അങ്ങനെ എന്തോ ചെയ്തിട്ട് പോയി എന്ന്. അപ്പോൾ നമ്മളും അഭിനയിക്കുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്ക്രീനിൽ കാണുന്നു, നമ്മുടെ അഭിനയമൊക്കെ ഫുഫ് എന്ന് പറഞ്ഞ് പോകുന്നതാണ് മോഹൻലാലിന്റെ അഭിനയത്തിന് മുമ്പ്. ബിക്കോസ് നമ്മൾ നേരിട്ട് അഭിനയിക്കുമ്പോൾ നമുക്ക് എക്സ്പ്രഷൻസ് അത്രയ്ക്കും ഫീൽ ചെയ്യൂല, പക്ഷെ ആ ഇമ്പാക്ട് സ്ക്രീനിലാണ് ഉണ്ടാവുന്നത്. ബിക്കോസ് ഹി ടോക്സ് വിത്ത് ഹിസ് ഐസിൽ സംഹൗ ഒരു മീനിങ്
ആ ഒരു എക്സ്പ്രഷൻ, ആ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരുന്ന ഒരു ആക്ടറാണ് മോഹൻലാൽ. സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ കുറെ, ഞാൻ എസ്പെഷ്യലി കുറേയൊക്കെ അതിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ പെർഫോമൻസസിൽ നിന്നും ഒക്കെ. സോ അതാണ് ഞാൻ ഈ അഡ്വർടൈസ്മെന്റ് കണ്ടപ്പോൾ വിസ്മെര സംതിങ് അല്ലേ അത്. അപ്പോൾ ഞാൻ ജുവലറി ആഡെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ടു. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഐ എം ലൈക്ക് ഇത് വെയിറ്റ് ഇതെന്താണ് ഒരു ചെറിയൊരു ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ആഡ് ആണല്ലോ എന്ന് പറഞ്ഞു. ബിക്കോസ് സാധാരണ നമ്മൾ കാണുന്നത് ഒരു സ്ത്രീകളാണ് നെക്ലസ് ഇടുന്നതും ഒക്കെ നമ്മളിങ്ങനെ കാണുന്നത്. ഇത് ഞാൻ കാണുമ്പോൾ മോഹൻലാലിന്റെ എക്സ്പ്രഷൻസ് വെച്ച് നോക്കുമ്പോൾ യു റിയലി ഫീൽ ദറ്റ് ത്രിൽ. ഞാനത് എനിക്കിപ്പോഴും കാണുമ്പോൾ ഞാൻ ഇപ്പോൾ ഐ തിങ്ക് യെസ്റ്റർഡേ ഓൺലി ഐ സോ ഇറ്റ്. അതിങ്ങനെ വന്നപ്പോൾ അതിലൊരു ഷോട്ടില്ലേ ലാസ്റ്റിൽ ഇങ്ങനെ വലിയ നെക്ലസ് ഇട്ടിട്ട് ഒരു ലൈക്ക് ലിറ്ററലി ഗോസ് ലൈക്ക് ഹാ എന്ന് പറഞ്ഞിട്ട് അത് കാണുമ്പോൾ നമുക്ക് എന്തൊരു ഭംഗിയാണ്. യുനോ ദാറ്റ് ഒരു ഫെമിനിറ്റി പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. ആ ഗ്രേസ് വെൻ ഹി ഷോസ് ഹിസ് റിംഗ്, അതൊക്കെ എന്തു രസമായിരുന്നു. ആ ലാസ്റ്റില് പിന്നെ വന്നു കഴിഞ്ഞിട്ട് അത് സ്ഥിരം നമ്മുടെ മോഹൻലാൽ ലാലേട്ടന്റെ ചിരി. ഓ മൈ ഗോഡ്, ഐ തിങ്ക് യു വിൽ ഫോൾ ഓൾ ഓവർ ഇൻ ലവ് വിത്ത് ഹിം അഗൈൻ. അതുപോലെയാണ് അത് എനിക്ക് ഇഷ്ടപ്പെട്ടത്. സച്ച് എ ബ്യൂട്ടിഫുൾ ആഡ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.